ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഡിഷിൻ്റെ പേരെന്നാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഞാനിപ്പോൾ നല്ല വിശന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഐറ്റം ഇരിക്കണേ. ഐറ്റം എന്ന് വെച്ചാൽ 2-3 ദിവസം പഴക്കമുള്ള സാധനമാണ്. പഴക്കം മീൻസ് അത് ഫ്രിഡ്ജിൽ തന്നെയാണ്. അത് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കില്ലാത്തതുകൊണ്ട് ആ സാധനം അവിടെ ഇരുന്ന് പോയില്ല. അതങ്ങനെ ഇരിപ്പുണ്ട്. തണുപ്പായതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാതെ ഇരിപ്പുണ്ട്. മറ്റേ പഴനാക്കില്ല, നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നാ പറയണതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇതിനെ പോത്തിൻ്റെ പഴനാക്കെന്ന് പറയും. ആ സാധനം വറുത്ത് റെഡിയാക്കി വെച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു, എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യണു. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്ന്, ആ ഐഡിയപരമായിട്ട് ഞാൻ ഇന്നൊരു കുക്ക് ചെയ്യാൻ പോവാണ്. ഇത് എത്രമാത്രം സക്സസ് ആവും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഞാൻ അപ്പോൾ ഓർത്തോട്ടാ പിന്നെ ഒരു വ്ളോഗ് പോലെ എടുക്കാം. സംഭവം സെറ്റാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്ത്. എന്നാൽ പിന്നെ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, പഴനാക്ക് ഇതാണ്. ഇത് സംഭവം റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ നമ്മൾ ഇച്ചിരി കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇതാണ് നമ്മൾ ആ പഴനാക്ക് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓക്കെ, ഇത് സംഭവം റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഇത് നമുക്ക് കിഴങ്ങൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്ന് കിളിച്ച് ഇതൊന്നും എടുക്കലേ ഇല്ല, പക്ഷെ സെറ്റാണ്. കിഴങ്ങിന് കുഴപ്പമൊന്നുമില്ല. ഇതിനവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ഇതൊക്കെ വന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിനകത്ത് മറ്റേ വെജിറ്റബിൾ വെക്കുന്ന സാധനത്തിനകത്ത് മണ്ണുണ്ടായിരുന്ന ഇത് അടിയിൽ കിഴങ്ങായിട്ട് വന്നേനെ. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കിഴങ്ങും ഇത് തക്കാളിക്കായും. ഈ 2 സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം അതിനകത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട്, ഈ സാധനം അതിനകത്ത് ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ 2 സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് 2 നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പം ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടുക്കി ജില്ലക്കാരുടെ ഒരു മെയിൻ പ്രശ്നമാണ് ഇത് കണ്ടോ. ഇതിൽ സാധനം മാവൊന്നുമല്ല കേട്ടോ, ഇത് എണ്ണയാണ്. കാരണം ഇനിയിപ്പം ഒന്ന് ആയി വരണമെങ്കിൽ തന്നെ ഇത് കണ്ടോ, ആയി വിട്ടു. ഈ തവിന്ന് പോലും സ്പൂണിൽ നിന്ന് പോലും വിട്ടുപോകുന്നില്ല. അമ്മാതിരിയായിട്ട് കട്ട പിടിച്ചിരിക്കുന്നു. ഗൈസ്, നമ്മൾ കിഴങ്ങ് റോസ്റ്റിങ്ങിന് ഇട്ടായിരുന്നു. ഇതിൽ ജസ്റ്റായിട്ടൊന്ന് ഉപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊന്ന് റെഡിയാക്കി കൊടുത്തേക്കണം പോലെ. വേറെ നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് സെറ്റാണ്. ഇതിൻ്റെ താമസമേ ഉള്ളൂ, വേറെ നമുക്ക് സമയം പോക്കൊന്നുമില്ല. ഇത് ഓൾമോസ്റ്റ് ആയി. ആ സമയം കൊണ്ട് നമ്മൾ തക്കാളി വഴലാൻ വേണ്ടി വെച്ച്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ തക്കാളി അരിഞ്ഞതിന് ശേഷം ആലോചിക്കുന്നത് എന്തിനാ ഞാൻ ഈ തക്കാളി അരിഞ്ഞതെന്ന്. കാരണം തക്കാളിയുടെ ആവശ്യം നമുക്കില്ലായിരുന്ന പോലെ എനിക്കിപ്പോൾ ഒരു ഫീല്. കുഴപ്പമില്ല, എല്ലാം ഒരു സെറ്റപ്പുള്ളേ. ഇതിലേക്ക് നമ്മുടെ ആ ഒരു അത്രയും പീസേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. മിച്ചം വന്നതാണ്. അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതായിരുന്നു. കുറച്ചേ ഉള്ളൂ. ഇത് കൂടുതൽ നമുക്കിപ്പം എന്താണ് ചെറിയൊരു ഇതായിട്ട് കഴിക്കാൻ വേണ്ടി നമ്മളൊരു പരീക്ഷണം പോലെ ചെയ്ത കാര്യമാണ്. ഇത് ആവശ്യമുള്ളവർക്ക് വേണേൽ കൂടുതൽ ഉണ്ടാക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ 4, 3, 7 പീസ് ഇതിനകത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു വൈബ്, അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ. കോഴ്സ് ഇതിലേക്ക് ഞാൻ ആ കിഴങ്ങ് റോസ്റ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ, ഇല്ല എങ്കിൽ അടിയിലൊക്കെ പിടിച്ച് വമ്പം വള്ളിയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് കറണ്ട് പോയി. അപ്പം ഇതാണ് നമ്മുടെ ഡിഷ്. സോറി, ഇത് മാത്രമല്ല നമ്മുടെ ഡിഷ്. ഇതിനൊരു പെയർ വേണമല്ലോ. നമുക്കിനിയും ആ പെയർ ഉണ്ടാക്കാം. ഇതാണ് നമുക്കുള്ള പെയർ. സോറി, എനിക്കല്ല, മറ്റേ സാധനത്തിനുള്ള പെയർ. ഇത് സ്റ്റോക്കാണ് കേട്ടോ വീട്ടിൽ. ഇത് കാരണം ഞാൻ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് വിശക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴും ഞാനിവിടെ വീട്ടിലുണ്ടാവും. ഇതാണ് നമ്മൾ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യുന്നത്. എല്ലാ കീടാണുക്കളും മരിക്കുമ്പം ഒരു 1% കീടാണു ബാക്കി വരുമെന്ന് പറയത്തില്ലേ, ആ സാധനമാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടാലും പള്ളി, കാരണം പിറകിൽ ഇങ്ങനെ ആയതുകൊണ്ടൊരു മെനയുണ്ടാവില്ല. ഇത് നമുക്ക് അല്ലാണ്ട് തന്നെ തിന്നാവേ. അങ്ങനെ നമ്മുടെ 4 ബ്രെഡും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 എണ്ണം ഇടാം, മൊത്തം 6 എണ്ണം റെഡിയാക്കാം നോക്കാം. എന്നാലും അത്രയും ഉണ്ടല്ലോ, ഇത്രയും കറി ഉള്ളതുകൊണ്ട് ഇതൊരു 4 എണ്ണം എടുക്കുവാണെങ്കിൽ ഒന്നും ആവില്ല, കറി മിച്ചം വരും.
അപ്പോൾ നമുക്കൊരു 2 എണ്ണം ഇട്ട് റെഡിയാക്കിയേക്കാവേ. ഇനിയും ഞാൻ ഒരു കരിഞ്ചായ ഉണ്ടാക്കട്ടെ. ഗൈസ്, കരിഞ്ചായ റെഡി ആയിട്ടുണ്ട്. കട്ടൻ കിട്ടില്ലെന്നാണ് ഗൈസ്. ഞാൻ ഹണി ടീ ആണ് ഉണ്ടാക്കിയേക്കുന്നത്. ഹണി ടീ എന്നാന്ന് ചോദിക്കുന്നവരോട് പഞ്ചസാരയ്ക്ക് പകരം തേനൊഴിക്കും. വണ്ണം കുറയ്ക്കാനൊന്നും വേണ്ടിയിട്ടല്ല, ഒരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ബ്രെഡ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ എടുത്തത്, നിനക്ക് നല്ല കുപ്പിപ്പാത്രമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നവരോട്, ഗൈസ് എനിക്ക് പാത്രം കഴുകാൻ വയ്യ ഗൈസ്. കുപ്പിപ്പാത്രമൊക്കെ എടുക്കുവാണെങ്കിൽ വള്ളിയാണ് അത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വെച്ചില്ല, അത് പൊട്ടിയും തട്ടിയൊക്കെ പോകും. പിന്നെ അമ്മച്ചി വന്നു കഴിയുമ്പോൾ അമ്മച്ചിയുടെ വായിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. എൻ്റെ തട്ടിക്കൂട്ട് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. 3/4 മണിക്കൂർ എടുത്തിരുന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, എന്നാലും എനിക്ക് വിശക്കുന്നുണ്ട്. ഞാനപ്പം ഒരു സൈഡിൽ നിന്ന് അങ്ങ് പിടിച്ച് തുടങ്ങുകയാണ്. ഞാൻ എന്നാലും മൊത്തം കറിയും മൊത്തം ബ്രെഡും എടുത്തിട്ട്, മൊത്തം ബ്രെഡല്ല, ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട് വിത്ത് കരിഞ്ചായ കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പട്ടിക്കോലം അല്ലേ, ഞാനാണ് വീട്ടിൽ ഇരുന്ന ഡ്രസ്സിലൊക്കെയാണ് നിൽക്കണത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. മെൻ അറ്റ് ഹോം. ഇത് കണ്ട് നിങ്ങൾ എന്നെ വിലയിരുത്തല്ലോ കേട്ടോ. നമ്മളങ്ങനെ ഒരു ബ്രെഡ് എടുത്തു. അതിലിച്ചിരി മറ്റേ എന്താ പറയുന്നത്, കിഴങ്ങ് റോസ്റ്റ്, അടിയിൽ നിന്നൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് എടുത്ത് കൊള്ളാം. ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. ഇച്ചിരി മുട്ടയും കൂടെ ഉണ്ട് അതിൻ്റെ പൊളിക്കാൻ. അതാകുമ്പോൾ മുട്ടയും ബീഫും പൊളി. ഇത് കിട്ടില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ തക്കാളിയുടെ ഫ്ലേവറൊക്കെ ആയതുകൊണ്ട് കിടിലം കേട്ടോ. ആർക്കും കൊടുക്കാനില്ല, ഉള്ള ഒറ്റഞ്ഞു നിന്ന്. ഒന്നും പറയാല്ല, കിടിലൻ ഗൈസ്, കിടിലൻ. ഞാൻ പൊളിയാണ്, പണ്ടേ പൊളിയാണ് ഞാൻ. സിംഗിൾ ലൈഫ് റെഡിയാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊന്നും ആർക്കും ഫുഡ് ഷെയർ ചെയ്യേണ്ടാത്ത കാര്യത്തിൽ എനിക്ക് സിംഗിൾ ലൈഫിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. തീറ്റ കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്, ബാക്കി എന്തും. സംഭവം കിടിലനായിരുന്നു, ഒന്നും പറയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയിക്കുക കേട്ടോ, ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത നമ്മുടെ പാക്കൃതക്കും വരയ്ക്കും അനൈവർക്കും വണക്കം.